നമസ്കാരം. ഞാൻ ഡ്രോയിങ് പഠിച്ചത് കറുകച്ചാൽ AP ആർട്സിലാണ്. ഇന്ന് ആ സ്ഥാപനമില്ല. എൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ച ഒരാളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ചിത്രകാരനെക്കുറിച്ചാണ് പറയുന്നത്. അത് മറ്റാരുമല്ല, ശ്രീ മണിമലക്കാരനായ മോഹൻ, ആർട്ടിസ്റ്റ് മോഹനെ കുറിച്ചാണ്. ആർട്ടിസ്റ്റ് മോഹനെക്കുറിച്ച് ഭയങ്കര അഭിമാനത്തോടെ അത്ഭുതത്തോടെയൊക്കെ സംസാരിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള ധാരാളം ആളുകളുണ്ട്, കൂടെ പഠിച്ച ആളുകളൊക്കെ. അവരൊക്കെ മോഹൻ്റെ ഒരു പ്രതിഭയെ ഞങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടുള്ള. പഠിക്കുന്ന സമയത്ത് തന്നെ, അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അസാധാരണമായ ചിത്രകാരനാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരുന്നത് ഇതിനകത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം, മോഹൻ ചിത്രകാരനെ ഇവിടെ നിങ്ങളെല്ലാം നെഞ്ചേറ്റുമ്പോഴും ഒരു ചിത്രകാരന് കിട്ടേണ്ടതായ യാതൊരു അംഗീകാരവും കിട്ടാത്തൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പം നമ്മുടെ ഇവിടെ ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ ഒരു പക്ഷേ രവിവർമ്മയെ പോലെയൊക്കെ ഉള്ള ആ രീതിയിൽ കൊട്ടാരത്തിലൊക്കെ ചേർക്കുന്ന ഒരു ചിത്രകാരനായി മാറിയാണ്. അത്രയും ബോൺ ആർട്ടിസ്റ്റാണ് മോഹൻ. പക്ഷേ എന്തോ അദ്ദേഹം നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് ജനപ്രിയ വാരികകളാണ്. ജനപ്രിയ വാരികകളിലെ ചിത്രകാരൻ എന്നുള്ള ഒരു ലേബലാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് മാർക്കറ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ പോലെ ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളുടെ മിഴിവാണ് ഈ നോവലുകളെ വായിപ്പിക്കുന്നത്. ഇപ്പോൾ ജോയ്സിയെ പോലെ 1-2 നോവലിസ്റ്റുകൾ മലയാളത്തിൽ ഉള്ളതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഒരുമാതിരി ഈ പറയുന്ന പൈങ്കിളീകരിക്കപ്പെട്ട നോവലുകളാണ്. ജോയ്സിയുടെ നോവലുകൾ മാത്രമാണ് അത്ര പൈങ്കിളീകരിക്കപ്പെടാത്ത എക്കാലവും കുറേ കാലത്തിന് ശേഷം വായിക്കുമ്പോഴും നമുക്ക് ഗുണമുണ്ട്. മറ്റു നോവലുകളൊന്നും അങ്ങനെ വരുമ്പോൾ ഈ മോഹൻ എന്നുള്ള ചിത്രകാരൻ ഡീമെറിറ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഈ അദ്ദേഹം നിൽക്കുന്ന തട്ടകത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങളുടെ ഒറിജിനൽ കണ്ടാൽ നമ്മൾ വിശ്വസിക്കത്തില്ല, അത്രയും മിഴിവോടെയാണ് ചിത്രം വരയ്ക്കുന്നത്. അതിൻ്റെ 1/4 ഇതില്ല ഇത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ. ഇപ്പോൾ അദ്ദേഹം മലയാള മനോരമയിലെ ചിത്രകാരനാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ അദ്ദേഹത്തിൻ്റെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരാഴ്ചത്തെ ആയുസേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ ഈ സംഭവം മാർക്കറ്റിൽ തക്കാളി പൊതിഞ്ഞും വെണ്ടയ്ക്ക പൊതിഞ്ഞും, ഇപ്പം ഈ മോഹൻ തന്നെ ചിലപ്പം മാർക്കറ്റിൽ ചെന്നാൽ അദ്ദേഹത്തിന് മേടിക്കുന്ന മുട്ട പൊതിഞ്ഞോ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ചെന്ന് വേണേൽ മേടിക്കുന്ന ഒരു കടല തിന്നാൻ മേടിക്കുന്ന ഒരു കടല പൊതിയിൽ ഈ സമദൂരം എന്ന നോവൽ കടല പൊതിയിലായിട്ട് അതിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളായിട്ട് ഇദ്ദേഹത്തിന് തന്നെ കിട്ടുന്ന ഒരു ദുര്യോഗമുണ്ട്. എന്നാൽ ASൻ്റെയോ നമ്പൂതിരിയുടെയോ ഈ പറയുന്ന ചോംജ വട്ടക്കുടിയുടെയോ മദനൻ്റെയോ ചിത്രങ്ങളൊന്നും ഈ പറയുന്ന പോലെ കടല പൊതിഞ്ഞോ, അല്ലെങ്കിൽ ഈ തക്കാളി പൊതിഞ്ഞോ, അല്ലെങ്കിൽ മുട്ട പൊതിഞ്ഞോ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക പൊതിഞ്ഞോ ഒന്നും കിട്ടത്തില്ല. അത് വരത്തില്ല. കാരണം അത്തരം പ്രസിദ്ധീകരണങ്ങൾ ഉള്ളവർ അത് തൂക്കി കൊടുക്കത്തില്ല. അത് അവർ റെഫറൻസായിട്ട് സൂക്ഷിച്ചു വെക്കും. മനോരമയുടെ ഭാഷാഭൂഷണിയിൽ അത് സൂക്ഷിച്ചു വയ്ക്കും, മാതൃഭൂമി സൂക്ഷിച്ചു വയ്ക്കും. എന്നാൽ ഇത്തരം ജനപ്രിയ വാരികകൾ, മനോരമ, മംഗളം അടക്കമുള്ള ജനപ്രിയ വാരികകൾ മറ്റ് പത്രത്തിൻ്റെയോടൊപ്പം നേരെ മാർക്കറ്റിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഈ മാർക്കറ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒപ്പം സഞ്ചരിക്കുന്നത് ഈ വരയ്ക്കപ്പെടുന്ന ചിത്രങ്ങൾ കൂടിയാണ്. അത് ഈ ജനപ്രിയ വാരികളിലെ ചിത്രകാരന്മാരുടെ ഒരു ദുര്യോഗമാണ്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പം ഇദ്ദേഹം വരയ്ക്കുന്ന ഈ ജനപ്രിയ ചിത്രങ്ങളുണ്ടല്ലോ, ഈ ജനപ്രിയ ചിത്രം അല്ലാതെ ലൈൻ ആർട്ടുകൾ, അത് പോർട്രേറ്റുകൾ, അങ്ങനെ അല്ലാതെ എന്തെല്ലാം സംഭവങ്ങൾ വരയ്ക്കാവോ അതിലെല്ലാം അഗ്രഗണ്യനാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇവരൊക്കെ ആദരിക്കപ്പെടുന്നില്ല. ഇവരൊന്നും ഒരു ജനമനസ്സുകളിൽ, ഇപ്പം യൂട്യൂബിലൊക്കെ തന്നെ ഈ ഒരുമാതിരി പാട്ടുകൾക്ക് മുഴുവൻ മോഹൻ്റെ ചിത്രമാണ്, ഒരു കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര കോൺഷ്യസ് ആയ ഒരാളൊന്നുമല്ല. ഇങ്ങനെ എടുക്കുന്നുണ്ട്, ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, എത്രയോ പേരുകൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ മനോരമ QR കോഡ് സ്കാൻ ചെയ്താൽ നേരെ ശബ്ദം യൂട്യൂബിലേക്കാണ് പോകുന്നത്. യൂട്യൂബിൽ ചെന്നാൽ നമുക്കത് ശബ്ദത്തിൽ ഈ നോവൽ വായിക്കാം. ആ നോവൽ വായിക്കുമ്പോഴും അതിന് ഉപയോഗിക്കുന്ന ചിത്രവും ഇവർ വരച്ച ചിത്രമാണ്. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ചിത്രകാരന്മാരെല്ലാം മോഹൻ്റെ ഒരു ശൈലി അനുകരിക്കുന്ന ഒരു കാഴ്ചയുണ്ടാണ്. ഈ മോഹൻ വന്ന് കോട്ടയത്തെ വാരികകളിലേക്ക് വന്നതോടുകൂടി ആ വാരികകളിൽ മുഴുവൻ മോഹൻ്റെ ഒരു സ്വഭാവത്തിൽ വരയ്ക്കുന്ന ചിത്രകാരന്മാരെ കൊണ്ട് നിറഞ്ഞു.
അത് ഒന്ന് ആലോചിച്ച് നോക്കൂ, 10-30 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരയ്ക്കുകയാണ്. എല്ലാ ദിവസവും വരയ്ക്കണം, എല്ലാ ആഴ്ചയിലും വരയ്ക്കണം. അത് എല്ലാ ആഴ്ചയിലും വരയ്ക്കണമെങ്കിൽ എല്ലാ ദിവസവും വരച്ചാലേ എല്ലാ ആഴ്ചയിലും വരയ്ക്കാൻ പറ്റുള്ളൂ. 3, 4, 5 നോവലുകൾക്ക് വരയ്ക്കണം. ആ കഥാപാത്രങ്ങളെയൊക്കെ അതിൻ്റെ സിറ്റുവേഷൻസ്, മോഹൻ പലപ്പോഴും സിറ്റുവേഷൻസ് പലപ്പോഴും എഴുത്തുകാരെ കൊണ്ട് തന്നെ ചില സിറ്റുവേഷൻ നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ചിത്രം, ഒരു ബസ്സിന് വെളിയിൽ നിന്നിട്ട് ആ ബസ്സിനകത്തേക്ക് ഒരു പാക്കറ്റ് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. ആ നോവലിൽ അങ്ങനെ ഇല്ല. ആ മോഹൻ അങ്ങനെ ഒരു സീൻ വരയ്ക്കാൻ ആഗ്രഹിച്ചു. അപ്പം മോഹൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മോഹൻ ഈ സാധാരണ പ്രത്യേകതകളിൽ അസാധാരണ പ്രത്യേകതകളുണ്ട്. മോഹൻ അപ്ഡേറ്റാണ്. ഓരോ കാലം അനുസരിച്ച് മോഹൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോഹൻ്റെ സംബന്ധിച്ചോളം പുതിയ ഡ്രസ് കോഡുകളൊക്കെ, ഇപ്പോൾ നമ്മൾ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും മോഹൻ ശ്രദ്ധിക്കുന്നത് വേറെ രീതിയിലാണ്. മോഹൻ ശ്രദ്ധിച്ചു കഴിയുമ്പം പിന്നീട് മോഹൻ ഈ റെഫറൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം അത് പിന്നെ വരയ്ക്കുമ്പോൾ ഈ ചുളിവുകൾ, നമ്മൾ ഈ മലയാളി പെൺകുട്ടികൾ എന്ന് പറയുന്നത് മുഖസൗന്ദര്യം ഉണ്ടെങ്കിൽ ശരീര സൗന്ദര്യമില്ല. എല്ലാവർക്കും വയറുമൊക്കെ ചാടിയ എക്സസൈസിലല്ലാത്ത ആളുകളാണ്. ഈ വയറൊക്കെ ചാടിയ പെൺകുട്ടികളെ അത് തന്നെ അതുപോലെ തന്നെ വരച്ച് വെക്കും. അത് ഈ ഇറുകിയ ചുരിദാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ വയറ് അതിനകത്തൂടെ പുറത്ത് ചാടുന്ന പോലെയൊക്കെ വരയ്ക്കുന്നത്, അതൊന്നും നമുക്കൊന്നും ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ഒരു കഴിവാണ്. അസാധാരണമായ സൗന്ദര്യമാണ് ഈ ചിത്രങ്ങൾക്ക്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്രയും സുന്ദരികളെയും സുന്ദരന്മാരെയും. എന്നാൽ ഈ വീടുകളിലെ കഥാപാത്രങ്ങളെ വരയ്ക്കുമ്പോൾ വ്യത്യസ്തമായ ആംഗിളിൽ ആ മനുഷ്യരെ, പ്രായമായവരെയൊക്കെ വരയ്ക്കാൻ ഈ നോവലിനെ അതേപടി സഹായിക്കുന്ന, നോവലിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന, വാരികയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു മോഹൻ 30 വർഷമായിട്ട് നിൽക്കുന്നു. 30 വർഷമായിട്ട് ഈ രംഗത്ത് ഒരു പ്രതിഭയായിട്ട് തുടരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായത് ഞാൻ വളരെ അഭിമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം സംസാരിക്കാൻ സാധിച്ചതും ഉണ്ട്. നാളെ ആണെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരാൾ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ മറ്റു പലരും ഇവിടെ മുഖ്യധാര അല്ലാതെയുള്ള ഈ പറയുന്ന പോലെ ബുദ്ധിജീവി സ്വഭാവത്തിൽ ഇത് രണ്ടായിട്ട് തരംതിരിച്ചാണ് കാണുന്നത്. ആ രണ്ടായിട്ട് തരംതിരിച്ച് കാണുന്നതുകൊണ്ട് ലോകപ്രശസ്തനാവേണ്ട, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനാവേണ്ട ഒരു ചിത്രകാരൻ ആരും അറിയാതെ ഈ പറയുന്ന തക്കാളിയിലും ഈ പറയുന്ന മുട്ടയിലും ഈ പറയുന്ന കടലപ്പൊതിയിലും ഒക്കെ ഒതുങ്ങിപ്പോവുകയാണ്. അത് ഭയങ്കര കഷ്ടമാണ്. എനിക്ക് എൻ്റെ സുഹൃത്തിനെ ഓർത്ത് അങ്ങനെ അദ്ദേഹത്തിനൊരു അംഗീകാരം കിട്ടാത്തതിൽ അദ്ദേഹത്തിന് വിഷമമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ കുറേ ആളുകൾക്ക് അദ്ദേഹത്തിന് ഒരു നല്ല ഒരു അംഗീകാരം കിട്ടാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ഭാവിയിൽ അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നു. ഞാനും ആഗ്രഹിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളായിട്ട് സുരേഷ് അടക്കമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മോഹനൊരു വ്യക്തമായ ഒരു അംഗീകാരം ഉണ്ടാവണമെന്ന്. അദ്ദേഹത്തിൻ്റെ മാതൃസ്ഥാപനത്തിൽ നിന്നുണ്ടാവട്ടെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ, അങ്ങനെയുള്ള കലാകാരന്മാരെ കൂടി ആദരിക്കണം. അല്ലാതെ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവരെ കൂടി ആദരിക്കണം. അയ്യോ, ഇത് എന്തെങ്കിലും കോപ്രായം കുത്തി വരയ്ക്കുന്നവരെ മാത്രം ആദരിക്കുന്ന ഒന്നാവരുത് ഈ അക്കാദമികളൊക്കെ. ഇങ്ങനെയുള്ള ആൾക്കാരെയും കൂടിയൊക്കെ ഒന്ന് ആദരിച്ച് അവർക്കും കൂടിയൊക്കെ ഒരു എക്സിബിഷനൊക്കെ അവസരമൊക്കെ കൊടുക്കണം. എന്നാലേ ഇതൊക്കെ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.